വെയിറ്റ്. കഴിഞ്ഞ ദിവസം ഓക്ലൻഡ് വരെ എത്തിയ വിശേഷമല്ലേ പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞില്ലല്ലോ. വെള്ളിയാഴ്ച ഞങ്ങൾ കൂടും കിടക്കിയെടുത്ത് ഓക്ലൻഡിലേക്ക് പോയത് ഓക്ലൻഡ് കാണാനല്ല, അവിടുന്ന് ഒരു 4-5 മണിക്കൂർ ദൂരെയുള്ള മൗണ്ട് റുപ്പേഹു കാണാനാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ 3 ഫ്രണ്ട്സ് സൗത്ത് ഐലൻഡ് വിട്ട് നോർത്ത് ഐലൻഡിൽ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോ തന്നെയാണ്. ഇത്രയും ദൂരത്തെ യാത്ര കുറച്ച് ഞങ്ങൾ ടയേർഡ് ആക്കിയെങ്കിലും വി ഓൾ വെർ എക്സൈറ്റഡ് ബിക്കോസ് വി ആർ ഗോയിങ് ടു സീ സ്നോ ആഫ്റ്റർ ആൻ ഇയർ. നമ്മൾ പോയ ദിവസം റുപ്പേഹുവിൽ നല്ല തിരക്കായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ മോർണിംഗ് സ്നോയിങ് കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വെഹിക്കിളിൻ്റെ കാര്യത്തിൽ 3 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഐദർ നമുക്ക് നമ്മുടെ ടയറിൽ സ്നോ കവർ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ 4-wheel ഡ്രൈവ് ആയിരിക്കണം. സ്നോ കവർ വാങ്ങിക്കാന്ന് വെച്ച് പോയി നോക്കിയപ്പോൾ $175. അപ്പം നമ്മളൊരു ഫിലിപ്പീനോസിന് മണി അടിച്ച് അവരുടെ നിന്ന് $100 സാധനം ഒപ്പിച്ചു. അവിടുന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്തപ്പോഴേക്കും നമ്മൾ നമ്മുടെ മഞ്ഞുമലയെത്തി. ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ മഞ്ഞുമല വിസിറ്റ് ചെയ്യണത്. 5 years ബാക്ക് ഓൾമോസ്റ്റ് ഈ ടൈമിൽ തന്നെയാണ് ഞാൻ മൗണ്ട് റുപ്പേഹു വിസിറ്റ് ചെയ്തിരുന്നത്. ഫ്ലോർ നല്ല സ്ലിപ്പറിയും ഭയങ്കര വിൻഡും ഇടയ്ക്കിടയ്ക്ക് സ്നോയിങ് ആയിട്ട് വെതർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇതിനൊക്കെ ഉപരി മൗണ്ട് റുപ്പേഹു എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 വർഷത്തിന് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടോടെ വെച്ച് കണ്ടുപിട്ടി. ഞങ്ങൾ രണ്ടുപേരും മിക്ക ദിവസം ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായെങ്കിലും ഇങ്ങനൊരു സംഭവം രണ്ടുപേരും പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് രണ്ടുപേരും ഷെയർ ചെയ്ത് തരുന്നില്ല. അതുകൊണ്ട് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇവരെ നിങ്ങൾക്ക് ഇത് മുന്നത്തെ വീഡിയോയിൽ പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഡിങ്കുവും മിങ്കുവുമാണിത്. ഒരുപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആകെ ഫുഡിന് 2 ഓപ്ഷൻസ് ഉള്ളൂ. ഐദർ താഴെയുള്ള ഈ കഫേയിൽ കയറാം, അല്ലാന്നുണ്ടെങ്കിൽ ഗൊണ്ടോള കയറി മേലെ പോയി കഴിയുമ്പോൾ അവിടെ ഒരു കഫേ ഉണ്ട്. ഈ 2 ഓപ്ഷൻസ് മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൊണ്ടോളയിൽ കയറണം എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കയറാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പോയ ദിവസം വെതർ ഭയങ്കര മോശമായതുകൊണ്ട് സ്കീയിങ്ങിന് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഗൊണ്ടോള കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ മൗണ്ട് റുപ്പേഹുവിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 100,000 ഓഫ് ഇയേഴ്സിൻ്റെ വോൾക്കാനിക് ഇറപ്ഷൻസ്, അതായത് ലെയേഴ്സ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ് കൊണ്ട് ഫോം ചെയ്തതാണ് മൗണ്ട് റുപ്പേഹു. മോറോവർ ഈ വോൾക്കാനോ ഇപ്പോഴും ആക്റ്റീവാണ്. വോൾക്കാനോയുടെ ടൈപ്പ് ആക്റ്റീവ് സ്ട്രാക്ടോ വോൾക്കാനിക് ടൈപ്പാണ്. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് 9.177 feet ആണ്. 2007 ഏറ്റവും ലാസ്റ്റായിട്ട് ഇവിടെ ഹയസ്റ്റ് ഇറപ്ഷൻ ഉണ്ടായത്. ഒരു ക്ലൈംബർ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറപ്ഷൻ ഉണ്ടായത്. ആൻഡ് ഹി ഗോട്ട് ഇഞ്ചേർഡ് ആസ് പാർട്ട് ഓഫ് ദി ഇറപ്ഷൻ. ഇനി ഇവിടെ വന്ന ആസ് യൂഷ്വൽ എല്ലാ മൗണ്ടെയിൻസിലുള്ള പോലെ 2 മെയിൻ ആക്ടിവിറ്റീസ് ആണ്. ഗൊണ്ടോളയുണ്ട്, സ്കീയിങ്ങും ഉണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് ഈ കാണുന്ന മഞ്ഞ സാധനം സ്നോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. സ്കീയിങ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ മഞ്ഞ് കുറവുള്ള ദിവസം ഇവരിത് വെച്ചിട്ട് സ്നോ ഉണ്ടാക്കും. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മൂഞ്ചലായതുകൊണ്ട് തന്നെ കുറേ നേരം താഴെ നിന്ന് മഞ്ഞുമലയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. പിന്നെ ആൾക്കാർ സ്കീൻ ചെയ്യുന്നത് കണ്ട് കൊതി കുത്തി. ആരോ ഉണ്ടാക്കി വെച്ച സ്നോമാൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അങ്ങോട്ടൊക്കെ മഞ്ഞ് വാരി അതിനൊക്കെ കളിച്ച് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. നമ്മൾ സ്റ്റേ എടുത്തത് ടോപ്പോലൊരു എയർബിഎൻബിയിലാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. ബൈ.